ദൈവമായ കർത്താവ് ഒരു ദിവസം കൂടി നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. ദൈവത്തിന് നന്ദി പറയുന്നതിലുപരി അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥനാ നിയോഗമായിട്ട് നമ്മൾ ഒത്തിരി അധ്വാനിച്ചു, ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ത്യാഗം സഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, എന്നിട്ടും ഉത്തരം കിട്ടുന്നില്ല. നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത എല്ലാ മേഖലകളെ ഈശോയുടെ വചനത്തിന് പരിഹരിക്കാൻ കഴിയും. നമുക്ക് വിട്ടുകൊടുക്കാം. ദൈവമേ, അങ്ങയുടെ മാറ്റമില്ലാത്ത പറയുന്നവ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ വചനത്തിൽ ഞങ്ങൾ പരിപൂർണമായിട്ടും വിശ്വസിച്ച് ഞങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഈശോയുടെ കരങ്ങളിൽ തന്നെ നമുക്ക് കൊടുക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തില് 2-ാം അധ്യായത്തിലെ 10-ാം തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭക്തനാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? ഒരുപക്ഷെ നാളുകളായിട്ട് നീ പ്രാർത്ഥിച്ചിട്ടും അല്ലെങ്കിൽ പല വാതിലുകളും മുട്ടി കർത്താവ് ഉത്തരം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മുടെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടായിരിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോഴും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമ്മുടെ ആത്മാവും ഒരു ക്ഷയിച്ചു പോകുന്ന ഒരു അവസ്ഥ പോലും കടന്നു വരുന്നുണ്ടായിരിക്കാം. പക്ഷെ ദൈവമായ കർത്താവ് നമുക്ക് ഉറപ്പ് തരികയാണ്, കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. ആരാണ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ആശ്രയിച്ചിട്ട് നിരാശപ്പെട്ട് അവഗണിക്കപ്പെട്ട് പരിത്യജിക്കപ്പെട്ട് മാറ്റി നിർത്തപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുള്ളത്? നമുക്ക് വിശ്വസിക്കാം, മാറ്റമില്ലാത്തവൻ നമ്മുടെ കൂടെയുണ്ട്. കാരണം വചനം നമുക്കത് ഉറപ്പ് തരികയാണ്. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു, അതുകൊണ്ട് ഒരു തിന്മയും നിനക്ക് ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെയോ നിന്റെ മക്കളെയോ സമീപിക്കുകയില്ല എന്ന് ഉറപ്പ് തരികയാണ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ വഴിയാത്രകളില് നമ്മെ കാത്തുപരിപാലിക്കാൻ ദൈവമായ കർത്താവ് വചനത്തിന്റെ കോട്ട കെട്ടും, അല്ലെങ്കിൽ ദൂതന്മാരുടെ സംരക്ഷണ കോട്ട കെട്ടി നമ്മൾ അനുഗ്രഹിക്കും. ദൈവമക്കളെ, നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ വഴികള് അത് നമ്മുടെ മുമ്പിൽ അദൃശ്യമാണ്. ദൈവത്തിന്റെ കരങ്ങൾ നമ്മുടെ കൂടെ ഉണ്ടായിട്ടും അത് ചിലപ്പം എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നമുക്ക് ദൈവത്തിൽ മാത്രം ആശ്രയിക്കാം, വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. തളർന്നു പോകുന്ന സാഹചര്യങ്ങള്, തകർക്കപ്പെട്ടു പോകുന്ന അനുഭവങ്ങള്, ദൈവമക്കളെ, നമ്മെ വീണ്ടും വീണ്ടും പണിതുയർത്താൻ കഴിവുള്ളവൻ നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, ഈശോയുടെ നാമത്തിന്റെ ശക്തി, വചനത്തിന്റെ കൊട്ടകെട്ടി, പരിശുദ്ധാത്മാവിന്റെ നിറവും അഭിഷേകവും അനുഗ്രഹം ഇന്ന് നമ്മൾ പോകുന്ന വഴികളിലെ കണ്ടുപെട്ടുന്ന വ്യക്തികളിലെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി നല്ലൊരു ദിവസം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.